കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF കൗൺസിലറുടെ അശ്ലീല പരാമർശം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയ UDF അംഗം അഡ്വക്കേറ്റ് ബോബൻ വർഗീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവനും LDF നേതൃത്വവും വ്യക്തമാക്കി. ജനുവരി 18 സംഭവങ്ങൾക്ക് ശേഷം ഇന്നാണ് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ ചേരാൻ തീരുമാനിച്ചത്. കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ UDF അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അടിയന്തര പ്രമേയത്തിന് 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന് കാണിച്ച് ചെയർപേഴ്സൺ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. എന്നാൽ UDF അംഗങ്ങൾക്ക് സംസാരിക്കുവാൻ അനുവാദം നൽകി. ഇതിനിടയിലാണ് UDF അംഗത്തിന്റെ അശ്ലീല പരാമർശം. ഈ നഗരസഭയ്ക്ക് മാതൃകയായ ചെയർപേഴ്സൺ കൂത്താട്ടുളം പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്നു. ഞാൻ അവരെ തൊഴിച്ചുവെന്നും പ്രിൻസിപ്പൽ ജോൺ അവരുടെ സാരി പൊക്കിയെന്നും. നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ ഒരു കാര്യം പറയാൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതായിരിക്കും, പക്ഷെ എങ്കിൽ കൂടിയും അതൊരു അന്യായമായ ആഗ്രഹമല്ലേ? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നത് ഇവിടെ എന്താണ് നടത്തിയിരിക്കുന്നത്? UDF അംഗത്തിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. മുനിസിപ്പൽ ചെയർമാനെ അടക്കം ആക്രമിക്കുകയും അവരെ വളരെ മോശമായി അവരോട് പെരുമാറുകയും ചെയ്ത ബോബൻ വർഗീസ് എന്ന കൗൺസിലർ ഇന്ന് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിക്കകത്ത് നടത്തിയ പരാമർശം അതൊരു പരിഷ്കൃത സമൂഹത്തിന് ക്ഷമയോടെ കേട്ടു നിൽക്കാൻ കഴിയുന്ന പരാമർശങ്ങളല്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. മുൻകൂർ ജാമ്യത്തിൽ മാത്രം പുറത്തിറങ്ങി നടക്കുന്ന ബോബൻ വർഗീസ് വീണ്ടും സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പെരുമാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം. UDF അംഗത്തിന്റെ അശ്ലീല പരാമർശത്തിനെതിരെ LDF പ്രവർത്തകർ കൂത്താട്ടുകുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൈരളി ന്യൂസ്, കൊച്ചി. അതേസമയം പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ CPIMന്റെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. അവിശ്വാസം ചർച്ച ചെയ്യണമെന്ന് ചൂണ്ടിക്കാണിച്ച് CPIM അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി. സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്.